അലൈനർ ചെയ്യാൻ താല്പര്യമുണ്ടോ? എങ്കിൽ വീഡിയോ ഫുള്ളായി കാണുക. അലൈനറിന്റെ റിസൾട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പല്ല് നേരെയാക്കുന്ന അലൈനർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? നിര തെറ്റിയതോ വിടവുള്ളതോ പൊങ്ങിയതോ ആയിട്ടുള്ള പല്ലുകളുള്ള പേഷ്യന്റിന്റെ അളവുകൾ ഡിജിറ്റലി എടുത്ത ശേഷം അവരുടെ ഫോട്ടോസ്, എക്സ്റേ എന്നിവയും വെച്ച് നമ്മൾ ഡിജിറ്റലി അനലൈസ് ചെയ്യുന്നു. ഈ അനാലിസിസ് വഴിയാണ് അലൈനർ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഈ ടോട്ടൽ സെറ്റ് ആണ് അലൈനേഴ്സ്. അലൈനേഴ്സിൽ ഇങ്ങനെയുള്ള ട്രാൻസ്പെറന്റ് മെഡിക്കൽ ഗ്രേഡഡ് പ്ലാസ്റ്റിക് ട്രേസ് ആണ് ഉള്ളത്. അലൈനേഴ്സിൽ എത്ര ട്രേ ഉണ്ടാകും, എത്ര കാലത്തേക്ക് ധരിക്കണം, എത്ര റേറ്റ് ആകും എന്നുള്ളതെല്ലാം ഓരോ പേഷ്യൻസിന്റെയും പ്രശ്നങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. ഓരോ സെറ്റ് എന്നാണ് ധരിക്കേണ്ടത് എന്നുള്ളതിന് ഒരു ടൈം ചാർട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ടൈം ചാർട്ട് അനുസരിച്ച് പേഷ്യന്റിന് വീട്ടിൽ നിന്ന് തന്നെ ട്രേസ് മാറ്റി മാറ്റി വെക്കാവുന്നതാണ്. ട്രേസ് മാറ്റിയിടുന്നത് അനുസരിച്ചാണ് പല്ല് കറക്റ്റായി വരുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ട്രേസ് ഊരി വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ലിപ്പ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഫുഡ് കഴിക്കാനുള്ള പ്രയാസമൊന്നും അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല. ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ഇത് ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകില്ല. ഇവിടെ കാണുന്ന ഈ മഞ്ഞ മുത്തുകൾ നമ്മുടെ പല്ലിൽ വെക്കുന്ന അറ്റാച്ച്മെന്റുകളാണ്. ഇതിന്റെ സഹായത്തിലാണ് പല്ലുകൾ നീങ്ങുന്നത്. ക്ലിയർ അലൈനേഴ്സിന്റെ കോസ്റ്റ് എത്രയാണ്? ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിച്ച് പല്ലുകൾ നേരെയാക്കുന്നത് ഒരു സെറ്റ് ഓഫ് ട്രേസ് ഉപയോഗിച്ചാണ്. എത്ര നാൾ അലൈനേഴ്സ് ഉപയോഗിക്കേണ്ടി വരും, എത്ര ട്രേസ് വേണ്ടി വരും എന്നുള്ളതിനനുസരിച്ചാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ എത്ര കാലം അലൈനേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇതിനായി നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ നേരിട്ട് കാണിച്ച് നിങ്ങളുടെ പല്ലുകളുടെ ഡിജിറ്റൽ മോഡലിംഗ് എടുത്ത് അത് അനലൈസ് ചെയ്തതിന് ശേഷം എത്ര സെറ്റ് ട്രേസ് വേണ്ടി വരും, എത്ര അറ്റാച്ച്മെന്റ് വേണം, എത്ര കാലത്തേക്ക് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഇത് വ്യത്യസ്തമായതുകൊണ്ട് ഒരു ഡെന്റിസ്റ്റിനെ നേരിട്ട് കാണിച്ച് നമുക്ക് കോസ്റ്റ് അറിയാൻ സാധിക്കുകയുള്ളൂ. അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു അലൈനർ കേസും അതിന്റെ റിസൾട്ടും കാണാം. ഈ കേസിൽ പേഷ്യന്റിന്റെ ആവശ്യം എന്താണോ അതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് റെഡിയാക്കുന്നത്. ഈ പേഷ്യന്റിന്റെ മെയിൻ ആവശ്യം ഫ്രണ്ടിലെ പല്ലിലെ ഗ്യാപ്പും പല്ല് പൊങ്ങിയതും പല്ലിന് നീളം കൂടുതലും ഉള്ളതായിരുന്നു.